ഞാൻ 3 കാരണം കൊണ്ട് ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മെയ് 4-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്ന് കൊടുവള്ളി മണ്ഡലത്തിലെ MLA ആയി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ കൊടുവള്ളി മണ്ഡലത്തിലെ ആദ്യത്തെ പ്രോഗ്രാം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എനിക്ക് നടത്താൻ സാധിച്ചതിലുള്ള സന്തോഷമാണ് എൻ്റെ ആദ്യത്തെ സന്തോഷം. രണ്ടാമത്തെ സന്തോഷം, ആ പ്രോഗ്രാം കൊടുവള്ളി മണ്ഡലത്തിലെ ഏറ്റവും മിടുക്കരായ SSLC +2 വിഷയത്തിൽ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങാണ് എന്നതാണ് എൻ്റെ രണ്ടാമത്തെ സന്തോഷം. മൂന്നാമത്തെ എൻ്റെ സന്തോഷം, ഞാൻ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ രംഗത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ജ്യേഷ്ഠ തുല്യനായി എൻ്റെ നേതൃസ്ഥാനത്തിരുന്ന ഒരാൾ ഒരു മന്ത്രിയായപ്പോൾ, അതും വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ, അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നതാണ് എൻ്റെ മൂന്നാമത്തെ സന്തോഷം. എനിക്ക് പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ കൊടുവള്ളി മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. തികച്ചും സാധാരണക്കാരുടെ ഒരു മണ്ഡലമാണ് കൊടുവള്ളി മണ്ഡലം. ഇവിടെയുള്ള മുതിർന്ന ആളുകളെ നോക്കിയാൽ നല്ല അധ്വാനശീലരായ മനുഷ്യരാണ്. പക്ഷെ അവരുടെ അധ്വാനശീലം കൊണ്ട് അവർക്ക് നന്നായി പഠിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവർക്കെല്ലാം ഒരാഗ്രഹമുണ്ട്, അവർക്ക് സാധിച്ചാൽ ഞങ്ങളുടെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ എടുത്ത് പരിശോധിച്ചാൽ ഓരോ ക്ലാസ് മുറിയിലും കൊള്ളാവുന്നതിലും അധികം കുട്ടികളെ കുത്തി നിറച്ച്, ചില സ്കൂളുകളിലെ ക്ലാസ് മുറികൾ നോക്കിയാൽ പറയുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, വാഗൺ ട്രാജഡിയിലെ ബോഗികളെപ്പോലെ ശ്വാസം കിട്ടാതെ കുട്ടികളിരിക്കുന്ന കാഴ്ചയാണ് പല ക്ലാസ് മുറികളിലും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് കൊടുവള്ളി മണ്ഡലത്തിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടി എന്ന നിലക്ക് ഞങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കാൻ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ഈ കുട്ടികൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് മടവൂർ ഗ്രാമപഞ്ചായത്തിലാണ്. ഇവിടെ ആരാമ്പുറത്ത് ഒരു UP സ്കൂളുണ്ട്. ഞങ്ങൾക്കതൊന്ന് ഹൈസ്കൂളാക്കി അപ്ഗ്രേഡ് ചെയ്ത് തരാൻ, ഗവൺമെൻറ് സ്കൂളാണ്. ഓമശ്ശേരിയിലുണ്ട്, ഞങ്ങൾക്കൊരു ഹൈസ്കൂളില്ല ഓമശ്ശേരിയിൽ. ഞങ്ങൾക്ക് അവിടെ ഒരു ഹൈസ്കൂള് തരാൻ, +1 ഒന്നും കാര്യം പറയാതിരിക്കലാണ് ഭേദം. എല്ലാ വിഷയത്തിലും A+ കിട്ടിയ കുട്ടികൾക്ക് അവിടെ +1 അഡ്മിഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് പുതിയ ബാച്ചുകൾ വേണം, ഞങ്ങൾക്ക് പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകൾ വേണം എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഈ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്തൊരാശയം ഞാൻ മുന്നോട്ട് വച്ചിരുന്നു. ആശയത്തിൻ്റെ പേര് കമോൺ കൊടുവള്ളി എന്നാണ്. നിങ്ങളൊക്കെ നാളുകളിൽ വലിയ വലിയ സ്ഥാനങ്ങളിലെത്തും. നിങ്ങൾ എത്ര വലിയ പദവികളിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ നാടിനെ മറക്കരുത്, നിങ്ങളുടെ നാട്ടുകാരെ മറക്കരുത്. കമോൺ കൊടുവള്ളി അതൊരാശയമാണ്, അതൊരു പദ്ധതിയാണ്, അത് വിദ്യാഭ്യാസത്തിൽ സാമൂഹ്യമായി ഒരു സമൂഹത്തെ മുന്നോട്ട് കൈപിടിച്ചുയർത്തുന്ന ചില പ്രോഗ്രാമുകളാണ്. അതിൻ്റെ കൂടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉണ്ടാകണം എന്ന ഒരാവശ്യമാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ മുമ്പിൽ എനിക്ക് വെക്കാനുള്ളത്. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ദീർഘിപ്പിച്ചൊന്നും സംസാരിക്കുന്നില്ല, വളരെ കുറച്ച് സംസാരിച്ച് ഉദ്ഘാടന പ്രസംഗത്തിലും നമ്മളേവരും ചെവിയോർക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ജോസഫ് അന്നക്കുട്ടി ജോസിൻ്റെയും വാക്കുകൾക്കാണ് നമ്മളിവിടെ കാതോർത്തിരിക്കുന്നത്.